ഇവിടെ ഷോൾഡറിന് വേണ്ടി 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡറിൻ്റെ ലെന്ത് 8 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 8.5 എടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റ് 10.5 എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 10.5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഫുൾ ലെന്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. ഫുൾ ലെന്ത് എടുത്തിട്ടുള്ളത് 14.5 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വേസ്റ്റ് വരുന്നത്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു പാർട്ടിന്റെ സെന്റർ ആയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടെ നിന്നും ഈ സൈഡിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി അടുത്തേക്ക് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഇതുവരെയുള്ള സെന്റർ എടുക്കുക. ഇവിടുന്ന് ഇതുവരെ 7 ഇഞ്ച്, അപ്പോൾ 3.5 സെന്റർ വരുന്നത്. അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റും ഈ ചെസ്റ്റ് ഭാഗവും കൂടി ഇതുപോലെ സ്കെയിൽ വെക്കുക. 2 ഭാഗവും ജോയിന്റ് വരുന്നിടത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഹോൾ റൗണ്ട് വരുന്നത് 17 ഇഞ്ച്. അപ്പോൾ അതിന്റെ പകുതി നമുക്ക് 8.5 ഇഞ്ച് നമുക്കിവിടെ വേണം. അതൊന്ന് അടയാളപ്പെടുത്തുക. അത് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. കറക്റ്റ് 8.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്ക് വിട്ട് വരുന്നത് 4 ഇഞ്ചാണ്. സ്റ്റിപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. ഷോൾഡർ 4 ഇഞ്ചാണ് വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ കട്ടിങ് നോക്കാം.